ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നഷ്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശക്തമായി തിരികെ വരാനുള്ള ആക്ഷൻ പ്ലാനുമായി ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എൻ കെ പ്രേമചന്ദ്രന് കൊല്ലം സീറ്റ് തുടർച്ചയായി മൂന്നാം തവണയാണ് നിലനിർത്താൻ പറ്റുന്നത്, അതും മികച്ച ഭൂരിപക്ഷത്തിൽ. 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയായ എം മുകേഷിനെ പരാജയപ്പെടുത്തിയത്. കൊല്ലം പാർലമെന്റിനകത്ത് വരുന്ന 7 നിയോജക മണ്ഡലത്തിലും ആർ എസ് പിക്ക് വലിയ സാന്നിധ്യമുണ്ട്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ക്ഷീണം മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നീങ്ങുന്നത്. UDF ഒറ്റക്കെട്ടായി നിന്നാൽ, അതിനകത്ത് ഒരു രീതിയിലും തമ്മിൽ പാരപണിയാതിരുന്നാൽ വലിയ രീതിയിലുള്ള വിജയം ആവർത്തിക്കാൻ കഴിയും. 2011 മികച്ച രീതിയിലുള്ള മുന്നേറ്റം UDF തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഒരു രീതിയിലും സാന്നിധ്യമില്ലാത്ത ഘടകകക്ഷികൾക്ക് പോലും ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് UDF നടത്തുന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ടത്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 MLA ഉള്ളൂ. അവർക്ക് ശരിക്കും ആധിപത്യമുണ്ട് എങ്കിൽ പോലും അവിടെയാണ് മാണി സി കാപ്പൻ ജോസഫ് വിഭാഗത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നവർ. അവർക്ക് വലിയ ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനകത്ത് CPIM-ഉം BJP-യും പറയുന്ന ഒരു കാര്യം, വലിയ മുന്നേറ്റമൊന്നും ഇനി ആർ എസ് പിക്ക് നടത്താൻ സംസ്ഥാന തലത്തിൽ കഴിയില്ല. അത് ഇനി പ്രേമചന്ദ്രനോടുകൂടി മണ്ണിലില്ലാതാകും. CPIM വിട്ടു വന്നതിന് ആർ എസ് പിക്ക് കിട്ടിയ മുട്ടം പണിയാണിത്. ആർ എസ് പിക്ക് ഒരു ലേബലും കാണില്ല. വാസ്തവത്തിൽ CPIM-ൻ്റെ കൂടെ കൂടിയപ്പോൾ ആർ എസ് പിയെ ചതിക്കുകയും ആർ എസ് പിയെ വഞ്ചിക്കുകയും ചെയ്തവരാണ് CPIM-കാർ. അതിൽ നിന്നും വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ അഭയം കൊടുത്ത് N പീതാംബരക്കുറുപ്പ് 2009 ജയിച്ച കൊല്ലം പാർലമെൻറ്റ് സീറ്റ് ആർ എസ് പിക്ക് കൊടുത്തതാണ് UDF. അങ്ങനെ UDF-ൻ്റെ കയ്യിൽ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റാണ് കൃത്യമായും ആർ എസ് പിക്ക് നൽകിയത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ത്യാഗം UDF നേതൃത്വം ചെയ്തതിൻ്റെ പരിണാമ ഫലമാണ് ആർ എസ് പി ഇന്നും സംസ്ഥാന തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഘടകകക്ഷിയായി തന്നെ UDF നിൽക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതായുണ്ട്. ആർ എസ് പി ബി എന്ന രീതിയിൽ ഷിബു ബേബി ജോൺ ഔദ്യോഗിക ഘടകത്തിൽ നിന്നും വേറിട്ട് മാറി നിന്നാണ് 2011 ചവറ നിയോജക മണ്ഡലത്തിൽ 6061 വോട്ടുകൾക്ക് അന്ന് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിരുന്ന എൻ കെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തിയത്. അന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. എന്നാൽ പിന്നീട് നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തുടരെ തോൽക്കുകയാണ് ഉണ്ടായത്. ഇവിടെയാണ് രാഷ്ട്രീയപരമായും ആർ എസ് പിക്ക് തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുന്നത്. ഘടകകക്ഷികളെല്ലാം കൈമൈ മറന്ന് പ്രവർത്തിക്കേണ്ടതായുണ്ട്. കൊല്ലത്തെ മുസ്ലിം ലീഗിനും ആധിപത്യം വളരെയധികം ശക്തമായി ചില മേഖലകളിലുണ്ട്. അവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ UDF തിരികെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നത് വ്യക്തമായി മനസ്സിലാക്കണം എന്നാണ് കൃത്യമായി UDF യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്.